يسبح لله ما في السماوات وما في الأرض الملك القدوس العزيز الحكيم. هو الذي بعث في الأميين رسولا منهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം എല്ലാവരെയും വലിയൊരു ലക്ഷ്യത്തിലാണ് ഈ ലോകത്തേക്ക് അയച്ചിരിക്കുന്നത്. ആ ലക്ഷ്യം അല്ലാഹുവിനെ അറിയണം, പടച്ചവന് പൊരുത്തമായ ജീവിതം മനസ്സിലാക്കണം, അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണം. ഈയൊരു കാര്യത്തിന്റെ പൂർത്തീകരണത്തിന് റഹ്മാനായ റബ്ബ് ലോകത്തിന്റെ ആദ്യം മുതൽക്ക് തന്നെ മഹാന്മാരായ നബിമാരെ ഈ ലോകത്തേക്ക് നിയോഗിക്കുകയുണ്ടായി. ചരിത്രത്തിന്റെ ദിശാസന്ധികളിൽ ധാരാളം നബിമാർ ഈ ലോകത്ത് വന്നു. അവരിൽ 25ഓളം പ്രവാചകന്മാരെ കുറിച്ച് മാതൃകയെന്നോണം അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പരാമർശിച്ചിട്ടുണ്ട്. ദർസുൽ ഖുർആനിന്റെ വിവിധ ആയത്തുകളെ അധികരിച്ചുകൊണ്ടുള്ള വിവരണത്തിൽ അവരിൽ പലരെക്കുറിച്ചുമുള്ള വിവരണം വന്നിട്ടുണ്ട്. അല്ലാമ സയ്യിദ് അബുൽ ഹസൻ അലി നദ്വി റഹിമഹുല്ലാ അവരുടെ ഖസസുൻ നബിയ്യീൻ, നബിമാരുടെ ചരിത്രം എന്ന രചന നാം എല്ലാവരും നിർബന്ധമായും വായിച്ചിരിക്കേണ്ടതാണ്. പ്രവാചകന്മാരുടെ ചരിത്രം ഖുർആനിക വെളിച്ചത്തിൽ അതിൽ വിവരിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഓരോ കാലഘട്ടത്തിലും നബിമാർ വരികയുണ്ടായി. അവസാനം ഈ ലോകം അതിന്റെ പൂർണ്ണത പ്രാപിക്കുകയും അവസാനത്തെ ഘട്ടത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്തപ്പോൾ മുഴുവൻ നബിമാരുടെയും നായകനായ അന്ത്യപ്രവാചകൻ സയ്യിദുൽ കൗനൈൻ ഖാത്തിമുൻ നബിയ്യീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു നിയോഗിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 63 വർഷ കാലഘട്ടം ഈ ലോകത്ത് ജീവിച്ചു. 40ാമത്തെ വയസ്സിൽ പ്രവാചകത്വം നൽകപ്പെട്ടു. തുടർന്ന് 23 വർഷം പ്രധാനപ്പെട്ട 3 പ്രവർത്തനങ്ങൾ നടത്തുകയുണ്ടായി. യത്ലു അലൈഹിം ആയാതി, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തി. ദഅവത്ത്. വയുസക്കീഹിം, ആത്മസംസ്കരണ പ്രവർത്തനങ്ങൾ നടത്തി. തസ്കിയത്ത്. വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ, പരിശുദ്ധ ഖുർആനും ഹദീസും പഠിപ്പിച്ചു. തഅലീം.
ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹച്ചരിതവും ഇവിടെ പല പ്രാവശ്യം വിവരിക്കപ്പെട്ടിട്ടുണ്ട്. പടച്ചവന്റെ വലിയ അനുഗ്രഹം കൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവിധ മഹച്ചരിതങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെടുകയുണ്ടായി. കാരുണ്യത്തിന്റെ തിരുദൂതൻ, അന്ത്യപ്രവാചകൻ എന്ന പേരുകളിൽ 2 രചനകൾ അല്ലാമ സയ്യിദ് അബുൽ ഹസൻ അലി നദ്വി റഹിമഹുല്ലാ, വിശ്വനായകൻ എന്ന പേരിൽ മഹാനായ മുർഷിദ് അല്ലാമ സയ്യിദ് മുഹമ്മദ് റാബിഇ നദ്വിയുടെ രചന അടുത്തിറങ്ങിയതാണ്. ഇത്തരം രചനകളും നമ്മൾ നിരന്തരം പാരായണം ചെയ്യണം. പരിശുദ്ധ ഖുർആനും പ്രവാചക മഹച്ചരിതവും എല്ലാ സമയത്തും നമുക്ക് പ്രയോജനപ്പെടുന്ന വിജ്ഞാനത്തിന്റെ, ചിന്തയുടെ, കർമാവേശത്തിന്റെ നിലയ്ക്കാത്ത നിർദ്ധരികളാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശ്രമത്തിലൂടെ മഹാന്മാരായ സ്വഹാബത്ത് എന്ന് പറയുന്ന ഒരു ഉന്നത വിഭാഗം ഈ ലോകത്ത് നിലവിൽ വന്നു. കാനൂ അബർറ ഹാദിഹിൽ ഉമ്മത്തി ഖുലൂബ, നന്മ നിറഞ്ഞ മനസ്സുള്ളവർ, വഅഅ്മഖഹാ ഇൽമ, ആഴമേറിയ അറിവുള്ളവർ, വഅഖല്ലഹാ തകല്ലുഫ, പ്രകടനങ്ങൾ അങ്ങേയറ്റം കുറഞ്ഞവർ, സന്മാർഗത്തിന്റെ താരങ്ങൾ, ധർമ്മത്തിന്റെ പ്രധാനപ്പെട്ട വക്താക്കൾ, ഇതാകുന്നു മഹാന്മാരായ സ്വഹാബത്ത്. അവരെക്കുറിച്ച് നിരന്തരം പാരായണം ചെയ്യണം. സഹാബാക്കളുടെ ചരിത്രം, ഹയാത്തു സഹാബ, സഹാബി വനിതകൾ, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും സഹാബാക്കൾക്കും ശേഷം വലിയൊരു പ്രശ്നം ഈ ലോകത്ത് വരേണ്ടതായിരുന്നു. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബികളും ഒരു ഭാഗത്ത് ഈ ലോകത്ത് നിന്നും വിട പറയുന്നു. രണ്ട്, മറുഭാഗത്ത് ഈ ലോകത്ത് മാനവരാശി അന്നു മുതൽ ഇന്ന് വരെയും നിലനിൽക്കുന്നു, ഇനിയും ലോകാവസാനം വരെയും നിലനിൽക്കുകയും ചെയ്യും. ഇവർക്കുള്ള മാർഗദർശനം എവിടെ നിന്നാണ് ലഭിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് 2 പരിഹാരങ്ങൾ വെക്കുകയുണ്ടായി. ഒന്ന്, എല്ലാ കാലഘട്ടത്തിലും തിളങ്ങി നിൽക്കുന്ന, പ്രയോജനം പരത്തിക്കൊണ്ട് നിലകൊള്ളുന്ന പരിശുദ്ധ ഖുർആനും പ്രവാചക മഹച്ചരിതവും അല്ലാഹു സുരക്ഷിതമാക്കി. രണ്ട്, ഈ കാര്യങ്ങൾ പരിശുദ്ധ ഖുർആനും പ്രവാചക ചരിത്രവും ശരിയായ നിലയിൽ പഠിച്ച് പകർത്തി പ്രചരിപ്പിക്കുന്ന വ്യക്തികളെ അല്ലാഹു അന്നു മുതൽ ഇന്ന് വരെയും ഖിയാമത്ത് നാൾ വരെയും നിലനിർത്തുന്നതാണെന്ന് തീരുമാനമെടുക്കുകയുണ്ടായി.
ഇത് രണ്ടും രണ്ടാണെങ്കിലും യഥാർത്ഥത്തിൽ ഒന്ന് തന്നെയാണ്. ഇസ്ലാം എന്നാൽ എന്താണെന്ന് പരിശുദ്ധ ഖുർആനും പ്രവാചക ചരിത്രവും സഹാബാക്കളുടെ ജീവിതവും പഠിപ്പിക്കുന്നു. ആ ജീവിതം ഉൾക്കൊണ്ട് ജീവിക്കാൻ സാധിക്കും. ഇങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് മഹാന്മാരുടെ ജീവിതം നമുക്ക് മനസ്സിലാക്കി തരുന്നു. അള്ളാഹുവിന്റെ രണ്ട് വലിയ അനുഗ്രഹമാണ് കിതാബുല്ലാഹ് റിജാലുല്ലാഹ്. കിതാബുല്ലാഹ് റിജാലുല്ലാഹ്, അള്ളാഹുവിന്റെ കിതാബായ പരിശുദ്ധ ഖുർആൻ, അതിന്റെ വിവരണമായ പ്രവാചക ചരിത്രം, സഹാബത്തിന്റെ ജീവിതം, രണ്ട്, ആ സന്ദേശങ്ങൾ ശരിയായ നിലയിൽ ഉൾക്കൊണ്ട് അതിനെ നല്ല നിലയിൽ പഠിക്കുകയും പകർത്തുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന മഹാന്മാരായ വ്യക്തിത്വങ്ങൾ. അവരെ പറ്റിയുള്ള ചെറിയൊരു അനുസ്മരണമാണ് നടത്താൻ ആഗ്രഹിക്കുന്നത്. അള്ളാഹു ശരിയായ നിലയിൽ പറയാനും ഉൾക്കൊള്ളാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാന്മാരായ സഹാബാക്കൾക്ക് ശേഷം ഈ ലോകത്ത് ധാരാളം ഇപ്രകാരമുള്ള മഹത്തുക്കൾ ഉണ്ടായി. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മഹാത്മാവാണ് മഹാനായ സയ്യിദുന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി. ഉമർ രണ്ടാമൻ എന്ന പേരിൽ അറിയപ്പെട്ട ഈ മഹാപുരുഷൻ ഒരു ഭാഗത്ത് ദീനിന്റെ സന്ദേശങ്ങൾ ശരിയായ നിലയിൽ ഉൾക്കൊള്ളുകയും മറുഭാഗത്ത് അതിനെ വളരെ നല്ല നിലയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു. അല്ലാഹു തആല അധികാരം നൽകി. അതിലൂടെ സുഖാഡംബരത്തിലേക്ക് തിരിയുന്നതിന് പകരം കൂടുതൽ നന്മകളിലേക്ക് നീങ്ങുകയുണ്ടായി. സ്വയവും നന്മയിൽ നിഷ്ഠ കാണിച്ചു. നേതാക്കന്മാരെ നന്മകളിൽ ഉറപ്പിച്ചു നിർത്തി. ഉറച്ചു നിൽക്കാത്തവരെയെല്ലാം മാറ്റി. വളരെ ലളിതമായ ജീവിതം ജീവിക്കുകയുണ്ടായി. വമ്പിച്ച പരിവർത്തനങ്ങൾ ഉണ്ടാക്കി. വ്യക്തിജീവിതത്തിൽ അങ്ങേയറ്റം സൂക്ഷ്മത പുലർത്തി. ഭരണരംഗത്തുള്ളവർ അതിൽ സൂക്ഷ്മത പുലർത്തണമെന്ന് നിർദ്ദേശിച്ചു. തഖ്വയുടെ ജീവിതം പരിപൂർണമായി മുറുകെ പിടിച്ചു. ജനങ്ങളുടെ സ്വഭാവത്തിലും കർമ്മത്തിലും നന്മയുണ്ടാക്കാൻ കാര്യമായി പരിശ്രമിച്ചു. ഇൽമിനെ ക്രോഡീകരിച്ചു. സുന്നത്തുകളെ ജീവിപ്പിച്ചു. വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ സമുദായത്തിന് നൽകുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ഒരു കത്തിന്റെ ഏതാനും വാചകങ്ങൾ ശ്രദ്ധിക്കൻ. അല്ലാഹുവിനാണ് സർവസ്തുതിയും. ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ അനുഗ്രഹങ്ങൾ വർഷിക്കട്ടെ. നിശ്ചയമായിട്ടും അല്ലാഹു അവനും അവന്റെ പ്രത്യേക ദാസന്മാർക്കും വേണ്ടി ഇഷ്ടപ്പെട്ട ഇസ്ലാമല്ലാത്തൊരു ദീനിനെയും സ്വീകരിക്കുന്നതല്ല. അല്ലാഹു ഇസ്ലാമിന് വിശുദ്ധ ഗ്രന്ഥം മുഖേന പ്രതാപം നൽകിയിരിക്കുന്നു. ഇസ്ലാമും ഇസ്ലാമല്ലാത്തതും തമ്മിൽ വേർതിരിക്കുകയും ചെയ്തിരിക്കുന്നു. അല്ലാഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകനായി നിയോഗിച്ചു. അല്ലാഹു തങ്ങൾക്ക് വിശുദ്ധ ഗ്രന്ഥം അവതരിപ്പിക്കുകയുണ്ടായി. ആ സന്ദർഭത്തിൽ ജനങ്ങൾ ദുർമാർഗം, അജ്ഞത, പരിഭ്രമം, ഞെരുക്കം, അന്ധചിത്രത എന്നിവയിൽ അകപ്പെട്ട് കഴിയുകയായിരുന്നു. അല്ലാഹു തആല അതിൽ നിന്നെല്ലാം പരിശുദ്ധ ഖുർആനിലൂടെ, പ്രവാചകരിലൂടെ പരിപൂർണമായ മാറ്റം വരുത്തി.
ഈ ലോകം മുഴുവനും അള്ളാഹു ദീനിനെ പരത്തുകയുണ്ടായി. ആകയാൽ മുസ്ലിമീങ്ങളെ അള്ളാഹു നൽകിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇസ്ലാമിന്റെ പേരിലാണ് നൽകപ്പെട്ടതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ ദീനനുസരിച്ച് നിങ്ങൾ ജീവിക്കണം. ദീനിൽ യാതൊരു വീഴ്ചയും നിങ്ങൾ വരുത്താൻ പാടില്ല. ഈ രീതിയിൽ ധാരാളം നിർദ്ദേശങ്ങൾ നടത്തി ഇസ്ലാമിനെ വളരെ കൂടുതലായി പ്രചരിപ്പിച്ചു. അല്ലാഹു തആല അതിലൂടെ വലിയ മാറ്റങ്ങൾ വരുത്തി. ഇതാണ് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചെറിയൊരു വിവരണം. അല്ലാഹു മഹാനരുടെ മേൽ അനുഗ്രഹം ചൊരിക്കുമാറാകട്ടെ. ഈ മഹാത്മാക്കളെ നല്ല നിലയിൽ മനസ്സിലാക്കി ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതവും നന്നാക്കുന്നതിന് റഹ്മാനായ റബ്ബ് എല്ലാവിധ തൗഫീഖുകളും കനിഞ്ഞരുളുമാറാകട്ടെ.